ഡാ എപ്പ കണ്ടാലും ഉറക്കാണല്ലോ, എണിച്ചേ അങ്ങോട്ട്. ഈ പത്രം തല തിരിച്ചു പിടിക്കാതെ നേരെ പിടിച്ചു വായിക്കും. നിന്റെ സിക്സ് പാക്ക് എല്ലാം ചെറുതായിട്ട് ഉടഞ്ഞല്ലോ. ഇന്ന് മുട്ട കഴിയില്ലേ? മുട്ട ഒന്നുമില്ല ഫ്രിഡ്ജിനകത്ത്. മുട്ട വാങ്ങിച്ചു വെക്കണം. ഫ്രിഡ്ജിലില്ലെങ്കിൽ എന്താ, അവന്റെ പരീക്ഷ പേപ്പറിൽ ആവശ്യത്തിനുണ്ട്. എന്ത് മുട്ട? 8 വിഷയത്തിന് പൊട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മസിൽ മോൻ. അടിപൊളി. എടാ പാസ് ചെയ്യടാ. ഞാനിവിടെ ഗോളിയാ. ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ ഗോളടി. സ്കൂളിൽ പഠിക്കുമ്പോ ഞാനായിരുന്നു ഫുട്ബോൾ ക്യാപ്റ്റൻ. അപ്പൊ ഒരു തള്ളാതെ ഗോളടിക്കാൻ നോക്ക്. അല്ലടാ, ശരിക്കും ഞാനായിരുന്നടാ. ഉവ്വ. പപ്പ മെസ്സിനെ കണ്ടിട്ടുണ്ടോ? ഓ മെസ്സി. ഇപ്പൊ പഴയ കൂട്ടുകാരുടെ ഒന്നും കോണ്ടാക്ട് ഇല്ലടാ. ഉവ്വ. ആരെവിടെ ചെടിച്ചിട്ട് പൊട്ടിച്ചത്? ഞാനിവിടെ പണിയെടുത്ത് നടു പൊടിഞ്ഞിരിക്കുമ്പോഴാ അപ്പന്റെ മക്കളുടെയും തിരുവാതിര കളി. എനിക്ക് പനിയ മനുഷ്യ, ഞാൻ കിടക്കാൻ പോവുകയാ. അകത്തേക്ക് വല്ലതും വിഴുങ്ങണമെങ്കിൽ അപ്പനും മക്കളും ഇന്ന് അടുക്കള കയറി പണിയെടുക്കണം. ശംഭു മഹാദേവ, എന്റെ അടുക്കള മുത്തപ്പ, ഞങ്ങളിതാ വരുന്നേ. ഇതൊക്കെ വളരെ സിമ്പിൾ ആണെന്നേ. നിങ്ങൾ വാ പിള്ളേരെ, നമുക്ക് തുടങ്ങാം. പാടാ, നമുക്ക് മുങ്ങാം. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നാണോടാ ഞാൻ. ഒറ്റയ്ക്ക് വെട്ടി ഉണ്ടാക്കാനും ഒറ്റയ്ക്ക് വെട്ടി വിഴുങ്ങാനും എനിക്കറിയാം. യൂട്യൂബിൽ ഒന്ന് പരതാം. ഇന്നത്തെ സ്പെഷ്യൽ പനീർ മസാലയാകട്ടെ. ആദ്യമായി ഒരു ചീനച്ചട്ടി എടുത്ത് കഴുകി അടുപ്പത്ത് വെക്കുക. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ഒന്നാമത്തെ ചേരുവകളിൽ നിന്ന് മല്ലിപ്പൊടി, മുളകുപൊടി എന്നിവ എടുത്ത് വറക്കുക. മല്ലിപ്പൊടി ഇത് ഏത് ഡബ്ബയിലാ? ചോദിച്ചു നോക്കാം. എടീ, ഇതിലേത് ഡബ്ബയിലാ മല്ലിപ്പൊടി? ആ ബ്ലാക്ക് ഡബ്ബയിലുണ്ട്. ഓക്കേ, അതായി. ഇനി മുളക് പൊടി. പണ്ടാരെ, ഏത് ഡബ്ബയിലായി മുളക് പൊടി? ഇതൊക്കെ നിനക്ക് ഇതിന് പുറത്ത് എഴുതി വെച്ചൂടെ? തുറന്നു നോക്കിക്കൂടെ മനുഷ്യ? വറുക്കുന്നതിന് മുമ്പ് എണ്ണ ഒഴിക്കുക. അടിപൊളി. വറക്കല് പകുതിയായപ്പോഴാ ചേച്ചി എണ്ണ ഒഴിക്കാൻ പറയുന്നത്. മോളെ, എണ്ണ നീ എവിടെ വെച്ചിരിക്കുന്നത്? ഇവിടെ വൈൻ മാത്രമേ കാണുന്നുള്ളല്ലോ. ചാച്ചിക്കോ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഓ ആയിക്കോട്ടെ. നിനക്ക് വിഷമാവുകയാണെങ്കിലേ കഞ്ഞിയാവുമ്പോ വിളിക്കണേ, മറക്കല്ലേ. ആയിക്കോട്ടെ, വിഴുങ്ങാറാവുമ്പോ വിളിച്ചേക്കാം. പിന്നെ വേറൊരു കാര്യം, നാളെ കൊച്ചിന്റെ ഓപ്പൺ ഹൗസാ. അതിന് പോവാൻ തയ്യാറാകണം കേട്ടോ. He is such a horrible student, always causing a ruckus, never completing his work on time. ആർ യു ഫ്രം കേരള ടീച്ചർ? Yes, മലയാളിയാണോ? അതെ, ടീച്ചറെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നാട്ടിലെവിടെയാ താമസം? ഇവിടെ അടുത്താണോ താമസം? കല്യാണം കഴിച്ചതാണോ? നമ്മുടെ ജോൺസൺ ചേട്ടനെ അറിയാമോ? ഈ അടുത്ത് റഷ്യക്ക് പോകുന്ന. നിങ്ങൾ ടീച്ചറുടെ ബയോഡാറ്റ എടുക്കാൻ വന്നതാണോ അതോ കൊച്ചിന്റെ ആൻസർ ഷീറ്റ് മേടിക്കാൻ വന്നതാണോ? അല്ല, ഞാനൊന്ന് വെറുതെ പരിചയപ്പെടാനായിട്ട്. ഉവ്വ. ടീച്ചറെ, ഞങ്ങൾ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. നല്ല അടി കൊടുത്ത് നേരെയാക്കാൻ പറ്റുമെന്ന് നോക്ക്. ഞങ്ങൾ ഇടപെടില്ല. നോക്കട്ടെ. പിന്നെ നിങ്ങൾ ഈ മാസത്തെ ഫീസ് അടിക്കണം. ഫീസ് അടിച്ചല്ലേ മാർക്ക് ലിസ്റ്റ് കാണിക്കുള്ളൂ. എടി നോക്കിക്കേ, ടീച്ചറെ കണ്ട നമ്മുടെ സിനിമാ നടി ഐശ്വര്യയെ പോലെ ഇല്ലേ? ഉണ്ടോന്നോ? നിങ്ങളോട് ഞാൻ കേറി വന്നപ്പോഴേ പറഞ്ഞതല്ലേ, ഐശ്വര്യയെ പറിച്ചു വെച്ച പോലെയുണ്ട്. ടീച്ചർ മാംഗ്ലൂരിയൻ ആണോ? അപ്പൻ വരെ ചെറിയൊരു മാംഗ്ലൂർ കണക്ഷൻ ഉണ്ട്. മാർക്ക് ലിസ്റ്റിന്റെ ഫോട്ടോ വാനിൽ എടുത്തു കേട്ടോ. ഫീസ് ഒരു മാസം കഴിഞ്ഞു അടിച്ചെല്ലും മതി. അല്ല, ടീച്ചറും ഐശ്വര്യയും ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എടാ കണ്ടോടാ, നിന്റെ ടീച്ചർ എന്ത് ഹാപ്പിയായെന്ന്. ടീച്ചർക്ക് സന്തോഷമായി. പക്ഷെ ഇതെങ്ങാനും ഐശ്വര്യരായി അറിഞ്ഞാൽ
അവർ എന്തുമാത്രം വിഷമിക്കും.